പ്രിയൻ, ഈ ആൻഡമാൻ ദ്വീപിൽ നോർത്ത് സെന്റിനൽ ഐലൻഡിൻ്റെ അവിടെ ഒരു അമേരിക്കൻ യൂട്യൂബർ കടന്നു ചെന്ന് അവിടെ കൊക്കക്കോള വെച്ചിട്ട് പോവുകയുണ്ടായി. അവിടെ പലതരത്തിൽ അവരുടെ ഒരു ജീവിതക്രമം വ്യത്യസ്തമാണ്. വനവാസികളാണ്. അവർക്ക് വരുന്നവർ ഏത് തരത്തിലുള്ളവരാണെന്നറിയില്ല. അവർ ആക്രമിക്കാറുണ്ട്, അമ്പെയ്ത് വീഴ്ത്താറുണ്ട്, പലരും മരിച്ചിട്ടുണ്ട്. ആ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ മിഷണറിമാർ അല്ലെങ്കിൽ അത്തരത്തിൽ മതപരിവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവർ എത്തുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളില്ലേ? തീർച്ചയായും ഉണ്ട്. പിന്നെ അതായത് അത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്. സാധാരണ നമ്മളങ്ങനെ കടന്നു ചെല്ലാറില്ല. നമ്മൾ സംരക്ഷിത മേഖലയായിട്ട് വയ്ക്കുന്നതാണ്. അതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞാൽ, ഈ ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രദേശമാണ്. നമ്മളതിനെ അങ്ങനെയാണ് കാണുന്നത്. അതിന് സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. കാരണം ഇന്ത്യയുടെ വിദേശകാര്യ ബന്ധങ്ങളുമായിട്ടും സൈനികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ടൊക്കെ ഈ ഐലൻഡിന്, ഈ പറയുന്ന ദ്വീപ സമൂഹത്തിന് വലിയ ബന്ധമാണല്ലോ. നമ്മളത് വളരെ ആഴത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നതായിരിക്കും. കാരണം ഒന്ന്, നമ്മുടെ ചരിത്രവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ചരിത്രം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യക്കാരെ കൊണ്ട് പാർപ്പിച്ചിരുന്ന ജയിലുകളാണത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ, സവർക്കറെ പോലെയുള്ള ധീരന്മാരായ മനുഷ്യരെ കൊണ്ട് താമസിപ്പിക്കുകയും അവിടെ ഒരുപാട് ക്രൂരതകൾക്ക് ഇരയായിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ ചോര വീണ മണ്ണാണത്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചവരുടെ മണ്ണ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് വളരെയേറെ വൈകാരിക ബന്ധം ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളോടുണ്ട്. അപ്പോൾ പിന്നെ നയതന്ത്രപരമായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം ബംഗാൾ ഉൾക്കടലിലെ നമ്മുടെ ഏറ്റവും വലിയ സാന്നിധ്യങ്ങളിലൊന്നാണ് ഈ പറയുന്ന ഐലൻഡ് സമൂഹത്തിലെ ഈ സൈനിക വിന്യാസം ഉൾപ്പെടെയുള്ളത്. അവിടെ നമ്മുടെ സൈനിക കേന്ദ്രങ്ങളും എല്ലാം തന്നെ. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ അവിടുത്തെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യേകതകൾ. പാരിസ്ഥിതികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഈ കോറൽ റീഫുകളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. സമുദ്ര പരിവേഷണങ്ങൾക്കെല്ലാം നമ്മൾ ഒരുപാട് ആശ്രയിക്കുന്ന സ്ഥലമാണ്. പഠനങ്ങൾക്ക് കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മുടെ വളരെ വിശാലമായ അർത്ഥത്തിൽ തന്നെ നമുക്ക് ഇന്ത്യയുടെ ഇൻ്റഗ്രൽ പാർട്ട്, അഭിവാജ്യ ഘടകം എന്ന് പറയുന്ന ഒന്നാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അതിൽ തന്നെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള, വളരെ നമ്മൾ പ്രത്യേകതയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് നോർത്ത് സെൻറ്റിനൽ ഐലൻഡ്. അത് അവിടെയുള്ള ഗോത്ര വിഭാഗക്കാരാണ്. വളരെ പ്രാചീനമായ അല്ലെങ്കിൽ വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു ജീവിത രീതി നയിക്കുന്ന ആൾക്കാർ. അവർ സാധാരണ മനുഷ്യരുമായിട്ട് ഇടപെടാറില്ല. അവർക്കങ്ങനെ ഒരു ബാഹ്യ ലോകമുണ്ട് എന്നുള്ളത് പോലും, ആധുനിക മനുഷ്യനെ ഉണ്ട് എന്ന് പോലും അവർക്കറിയില്ല. അവർ ഗോത്ര ജീവിതം അതേ രീതിയിൽ ജീവിച്ചു. അവർ കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല. നമ്മൾ സാധാരണ മനുഷ്യരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്കില്ല. അങ്ങനെ ജീവിക്കുന്ന വളരെ സാധാരണമായിട്ടുള്ള മനുഷ്യർ. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമ്മളെ പോലുള്ള സാധാരണക്കാരായ മനുഷ്യർ, ഏതെങ്കിലും മോഡേൺ മാൻ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ അവർ ആക്രമിക്കും. കാരണം അവർക്കറിയില്ല അത് ആരാ വരുന്നത്, രക്ഷിക്കാൻ വരുന്നവരാണോ ശിക്ഷിക്കാൻ വരുന്നവരാണോ എന്നറിയില്ല. അവർ കുന്തമെറിയും, അമ്പെയ്യും. അമ്പെയ്ത്തിലൊക്കെ ഇവർ വളരെ വിദഗ്ധരുമാണ്. കൃത്യമായി ആക്രമിക്കുക അവർ. ഇവരുടെ സാന്നിധ്യം ആദ്യമായിട്ടൊക്കെ അറിയുന്നത് പണ്ട് താഴ്ന്നു പറന്ന ഹെലികോപ്റ്ററുകൾക്ക്, വിമാനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോഴാണ്, അമ്പ് എയ്തപ്പോഴത്തേക്കുമാണ് അറിഞ്ഞത് ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് അറിയുന്നത് ഇവിടെ കുറേ മനുഷ്യരുണ്ട് എന്നും അവർക്ക് ബാഹ്യലോകവുമായിട്ട് ബന്ധമില്ല എന്നും അവർ പ്രാകൃതരായിട്ട് ജീവിക്കുകയാണ്. അന്ന് മുതൽ തന്നെ പലരും അവിടെ കടന്നു ചെല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ നിയമം ഉണ്ടാക്കി അതിനെ തടഞ്ഞിട്ടുണ്ട്. അവിടെ പോകാൻ പാടില്ല. ഈ ദ്വീപിൻ്റെ, നോർത്ത് സെൻട്രൽ ഐലൻഡിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ നിരോധിത മേഖലയാണ്. അവിടേക്ക് മത്സ്യത്തൊഴിലാളികളോ അങ്ങനെ ആരും ചെല്ലാൻ പാടില്ല എന്ന നിഷ്കർഷയുമുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ 5 വർഷം വരെ തടവും തത്തുല്യമായ പിഴയും ചുമത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടാരും പോകാറില്ലെന്ന്. പക്ഷേ ഇവിടെ സാഹസിക യാത്രകൾ നടത്തുന്ന ചിലർ വന്നെത്താറുണ്ട്. അതായത് 2018 ഒരു അമേരിക്കൻ മിഷണറി മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിച്ചു. അതെ, മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് അതിനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ബൈബിളുമായിട്ടാണ് ഇയാൾ, ബൈബിള്, കുറച്ച് വസ്ത്രങ്ങൾ, ആഹാരം, ഇതൊക്കെയായിട്ട് ഇയാൾ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടും എടുത്ത് വന്നു എന്നാണ് പറയപ്പെടുന്നത്. വന്ന് ഈ കരയിൽ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ആക്രമിച്ചു. ഇവർ കണ്ട ഉടനെ ആക്രമിച്ചു. കാരണം അവർ കറുത്ത നിറമുള്ള മനുഷ്യരാണ്. അതെ, വനവാസികൾ. അപ്പം ഇവർക്ക് ഈ നോക്കുമ്പോൾ ഇത് ഒരു ഏലിയനെ പോലെയാണ് അവർക്ക് തോന്നുന്നത്. നമ്മുടെ മുന്നിലേക്ക് പെട്ടെന്നൊരു ഏലിയൻ വന്നാൽ എന്ത് ചെയ്യും? ഒരു അന്യഗ്രഹ ജീവി അങ്ങനെ വന്നാൽ അതേ അവസ്ഥയാണ് അവർക്ക് തോന്നുന്നത്. നോക്കുമ്പോൾ ഒരു വൈറ്റ് മാൻ, ഒരു വെളുത്ത മനുഷ്യൻ വന്ന് നിൽക്കുന്നു. ഇവർക്ക് ആരാണെന്ന് അറിഞ്ഞൂടെ, ഭൂതമാണോ പ്രേതമാണോ, അവർക്ക് അങ്ങനെയൊക്കെ. കാരണം ഗോത്ര വിഭാഗമാണ്, അവരെങ്ങനെ ചിന്തിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അവരെ ആക്രമിച്ചു, കൊലപ്പെടുത്തി, അവിടെ ആ മണ്ണിൽ തന്നെ കുഴിച്ചിട്ടു. ഇവർ കടൽ തീരത്ത് തന്നെ കുഴിച്ചിട്ടു. 2018 നടന്ന സംഭവമാണ്. ഇതിനു മുമ്പ് 2006 2 മത്സ്യത്തൊഴിലാളികൾ അബദ്ധവശാൽ, അവർ ഈ സാഹസികത നോക്കിയാൽ അബദ്ധവശാൽ ഈ തീരത്ത് വിട്ടുപോയി.
അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാനും കഴിഞ്ഞില്ല. അപ്പോൾ അവരെയും ഇതുപോലെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അങ്ങനെ സെൻസിറ്റീവായിട്ടുള്ള ഒരു മനുഷ്യർ നമ്മൾ ഇവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു കാരണവശാലും ആ പ്രദേശത്തേക്ക് പഠനം നടത്താൻ പോലും നമ്മൾ അധികം ചെല്ലാറില്ല. ഇന്ത്യക്കാർ പോലും ആ നരവംശാസ്ത്രപരമായ ഒരുപാട് പ്രത്യേകതകളുണ്ട് അവർക്ക്. അങ്ങനെയുള്ള പ്രത്യേകതകളുള്ള അവരെ പഠനത്തിന് വേണ്ടി പോലും അവിടെ പോയി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ള നിഷ്കർഷങ്ങളുണ്ട്. പഠനം പോലും മറ്റ് മാർഗങ്ങളിൽ കൂടിയാണ്, നിരീക്ഷണം മറ്റ് നമുക്ക് ഒരുപാട് മാർഗങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലൊക്കെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. അവിടേക്ക് കടന്നു ചെല്ലാനോ ഒന്നും ചെയ്യാറില്ല, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ അവിടെ ആൻഡമാൻ നിക്കോബാറിൽ അല്ലാതെയും ഗോത്ര വിഭാഗങ്ങളുണ്ട്. ഈ നോർത്ത് സെൻട്രൽ ഐലൻഡ് ഒരു സ്പെഷ്യൽ കേസാണ്. അത് വളരെ പ്രാധാന്യമുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അല്ലാതെ ആൻഡമാൻ നിക്കോബാർ മേഖല ദ്വീപ സമൂഹങ്ങളിൽ ജീവിക്കുന്ന അല്ലാത്ത ഗോത്ര വിഭാഗക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ചികിത്സ നൽകാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ബാക്കി കഴിയുന്നത്ര സംവിധാനങ്ങൾ ഇന്ത്യ ഒരുക്കാറുണ്ട്. കാരണം അവർ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ തനതായ ജീവിത ശൈലിയെയോ ജീവിത രീതികളെയോ ഈ പറയുന്ന ആചാരങ്ങളോ സംസ്കാരത്തെയോ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ അവരെ പരിപാലിച്ച് പോകുന്നുണ്ട്. പക്ഷേ നോർത്ത് സെൻറ്റിനൽ ഐലൻഡിൻ്റെ പ്രത്യേകത അതല്ല. നമ്മൾ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും നടത്താൻ പാടില്ല എന്നുള്ളതാണ്. അതിന് മറ്റ് ചില കാരണങ്ങളും കൂടെ ഉണ്ട്. ആരോഗ്യപരമായിട്ടും ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രതിരോധ ശേഷിയുടെ കാര്യത്തിലായാലും നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ ജനിച്ച് ഇത്ര ദിവസമാകുമ്പോൾ തന്നെ വാക്സിൻ എടുക്കും. ആദ്യം വാക്സിൻ എടുക്കും. അതിനുശേഷം പല പല പ്രതിരോധ കുത്തിവയ്പ്പുകൾ നമ്മളെടുക്കും. പോളിയോ പോലുള്ള മരുന്നുകൾ സ്വീകരിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് വലിയ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. നമുക്ക് നമ്മുടെ ആഹാരശീലം വ്യത്യസ്തമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ രീതികൾ ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ് അവരിൽ നിന്ന്. അപ്പം നമ്മൾ അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരെ അവർക്കുണ്ടാക്കാം. കാരണം അവർ ഇതൊന്നും എടുക്കുന്നില്ല, പ്രതിരോധ വാക്സിനുകളൊന്നും തന്നെ എടുക്കുന്നില്ല, മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല, നാച്ചുറലായി ജീവിക്കുന്നവരാണ്. ആഹാര കാര്യത്തിൽ പോലും അവർക്ക് വ്യത്യസ്തമാണ് എല്ലാം. അവർക്ക് ഉപ്പ് പോലും എന്താണെന്ന് അറിയണമെന്നില്ല. കാരണം ഇതൊക്കെ നമ്മളുടെ ഈ പറയുന്ന മോഡേൺ മനുഷ്യൻ്റെ വസ്തുക്കളാണല്ലോ ഇതെല്ലാം. അവർ ഏത് വിധത്തിലുള്ള ജീവിതം, ചിലപ്പോൾ അവർ നയിക്കുന്ന ജീവിതത്തിൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അവിടെ കൊടുത്തു വിട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എങ്ങനെ ഈ ഉപ്പ് വിതരണം ചെയ്ത് അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഗോത്ര വിഭാഗക്കാർക്ക് അവിടെ ഉപ്പാണ് സർക്കാർ കൊടുത്തിട്ടുണ്ട് എന്നൊരിതുണ്ട്. സർക്കാർ ഈ ഉപ്പ് വിതരണം ചെയ്യുന്ന ഉപ്പ് പോലും അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഗോത്ര വിഭാഗങ്ങൾ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേസായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ സെന്റിനൽ ഐലൻഡിലെ മനുഷ്യരുടെ ജീവിതം എന്താണ് എന്നുള്ള തിരിച്ചറിവില്ലാത്ത ഈ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ സാഹസികതയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ചെന്ന് അവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് വലിയ ദോഷം ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഈ മറ്റ് ചില വനമേഖലകളിൽ അല്ലെങ്കിൽ സംരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെന്ന ആൾക്കാർ വലിയ ഉപദ്രവം ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഈ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള മനുഷ്യരൊക്കെയാണ് ഇപ്പോൾ വളരെ സാധുക്കളായ ജീവികളെ ഉപദ്രവിക്കുക. അപ്പോൾ അങ്ങനെ അതുപോലെ ഒക്കെ ഉള്ള ഒരു കാര്യമാണ് നമ്മൾ. കാരണം സംരക്ഷിത മേഖല, ഇപ്പോൾ സംരക്ഷിത സസ്യങ്ങളുള്ള ഒരു പ്രദേശം അല്ലെങ്കിൽ സംരക്ഷിതമായിട്ടുള്ള ഒരു വനമേഖല അല്ലെങ്കിൽ സംരക്ഷിതമായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങളുള്ളത് അവരെ ഉപദ്രവിക്കുക. അതിന്നൊക്കെ കാര്യം നമ്മളവരെ ചിലർ വിചാരിക്കും, മിഷണറിമാരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾ അവരെ ഉദ്ധരിച്ച് മതത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വലിയ മനുഷ്യരാക്കാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് വലിയ മനുഷ്യരാക്കുകയല്ല ചെയ്യുന്നത്, നേരെ ദ്രോഹമാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഇത്ര പ്രശ്നം ഈ പറയുന്ന സാംസ്കാരികമായിട്ടും ഈ പറയുന്ന ആരോഗ്യപരമായിട്ടും ഈ പറയുന്ന വിദ്യാഭ്യാസപരമായിട്ടും അങ്ങനെ ചെയ്യുന്നത് അവരോടുള്ള ദ്രോഹമായിട്ട് മാറും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.